നമസ്കാരം, ഞാൻ ശ്രുതി. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഡയറ്റീഷ്യനാണ്. അപ്പോൾ നോമ്പുകാലമായിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ശുദ്ധീകരണത്തിന് എടുക്കുന്ന ഒരു സമയമാണ് ഇത്. എന്നാൽ ഈ സമയം നിങ്ങൾ ചിട്ടയായ ഒരു ഭക്ഷണ രീതി പാലിക്കേണ്ടത് കൂടി അത്യാവശ്യമാണ്. നോമ്പ് കാലത്ത് നിങ്ങൾ ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട്, സൂര്യോദയത്തിന് മുമ്പുള്ള ഭക്ഷണം നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ട ഊർജ്ജം മുഴുവൻ കൊടുക്കുന്നത് ഈ ഭക്ഷണമാണ്. അപ്പൊ ആവശ്യത്തിന് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണമായിരിക്കണം നിങ്ങൾ കഴിക്കേണ്ടത്. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയിട്ടുള്ള ഓട്സ്, നവധാന്യങ്ങൾ, റാഗി എന്നിവയൊക്കെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നോമ്പ് തുറന്നതിന് ശേഷം ഒരിക്കലും ഹെവി മീൽസ് എടുക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പകരം ലൈറ്റ് ആയിട്ടുള്ള സൂപ്പോ കരിക്കൻ വെള്ളമോ എന്തെങ്കിലും കുടിക്കുന്നതായിരിക്കും ഉത്തമമായിട്ടുള്ളത്. അതിനുശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് മെയിൻ മീൽസ് എടുക്കാവുന്നതാണ്. എന്നാൽ എടുക്കുന്ന മെയിൻ മീൽസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അതുപോലെ തന്നെ ഫാറ്റും ഫൈബറും ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കണം. പ്രോട്ടീൻ സോഴ്സുകളായിട്ടുള്ള മുട്ട, ചിക്കൻ എന്നിവയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫാറ്റ്സും നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ അധികമായിട്ട് മസാലകളോ ഡീപ് ഫ്രൈഡോ ഉപ്പിന്റെ കണ്ടന്റോ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുന്നതാണ് നല്ലത്. ഇത് ഡീഹൈഡ്രേഷനും അമിതമായിട്ടുള്ള ദാഹം കൂട്ടാനും ചാൻസ് കൂടുതലാണ്. ഇനി പ്രമേഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. പ്രമേഹമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഷുഗർ മാനേജ്മെന്റിൽ ശ്രദ്ധിക്കാൻ വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മീൽസ് എടുക്കുന്നതിനോടൊപ്പം ലോ ഗ്ലൈസിമിക് ആയിട്ടുള്ള ആപ്പിൾ, പേരയ്ക്ക, റോബസ്റ്റ മുതലായിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നട്ട്സും ഷുഗർ മാനേജ്മെന്റിന് നല്ല ഒരു സൊല്യൂഷനാണ്. എന്നാൽ നിർബന്ധമായിട്ടും ഉപ്പടങ്ങിയതോ മധുരം അടങ്ങിയതോ അധികമായിട്ട് മസാലകൾ അടങ്ങിയതോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല. മറിച്ച് ആവിയിൽ പുഴുങ്ങിയതോ വേവിച്ചതോ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കുറച്ചുകൂടി നല്ലതായിട്ടുള്ളത്. നോമ്പ് കാലത്ത് ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസസ് ആയിട്ടുള്ള നെഞ്ചരിച്ചിൽ ഒക്കെ മിക്കവർക്കും കോമൺ ആയിട്ട് കാണാറുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർ നല്ല രീതിയിൽ പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും ഒക്കെ അടങ്ങിയിട്ടുള്ള തൈര്, യോഗോട്ട്, സാലഡ്സ് എന്നിവയ്ക്ക് ഉൾപ്പെടുത്തുന്നത് ഒരു പരിധി വരെ നിങ്ങളുടെ ദഹനക്രിയ ത്വരിതപ്പെടുത്താനായിട്ട് നല്ലതാണ്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ പ്രോപ്പർലി ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ തന്നെ ഉന്മേഷം പ്രദാനം ചെയ്യാനും ഇത് നല്ലതാണ്. നിങ്ങൾക്ക് ഡയറ്റ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിലും ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കാവുന്നതാണ്. താങ്ക് യു.